കഴിഞ്ഞ ദിവസം നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു വീഡിയോയുടെ തുടർച്ചയായിട്ടാണ് ഈ വീഡിയോ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ തിരുപ്പതി ദർശനത്തിനെ പറ്റിയിട്ടും അവിടെ ഉള്ള നിയമങ്ങളെ പറ്റിയിട്ടും കുറച്ചൊക്കെ നമുക്ക് മനസ്സിലാക്കാവുന്ന രീതിയിൽ ഈ വീഡിയോ നമുക്ക് ഉപകാരപ്രദമാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. ആന്ധ്രാപ്രദേശ് സംസ്ഥാനത്തിലെ തിരുപ്പതിയിലാണ് വിശ്വപ്രസിദ്ധമായ ഈ വെങ്കടേശ്വര ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഭഗവാൻ ഇവിടെ ശ്രീനിവാസൻ, ബാലാജി എന്നീ പേരുകളിലാണ് അറിയപ്പെടുന്നത്. തിരുപ്പതി നഗരത്തിൽ നിന്ന് 22 കിലോമീറ്റർ യാത്ര ചെയ്ത് വെങ്കടാദ്രി മലയിലെത്തിയാൽ ക്ഷേത്രത്തിലെത്താം. തിരുമല എന്നാണ് ഇവിടെ അറിയപ്പെടുന്നത്. തിരുപ്പതിയിൽ എത്തിച്ചേരാൻ ട്രെയിൻ മാർഗം വരുമ്പോൾ തിരുപ്പതിയിലും അവിടുന്ന് 11 കിലോമീറ്റർ മാറി റെനിഗുണ്ടയിലും റെയിൽവേ സ്റ്റേഷനുകളുണ്ട്. ഇനി പൂർവഘട്ട മലനിരകളിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. 7 മലകളായ ശേഷാദ്രി, നീലാദ്രി, ഗരുഡാദ്രി, അഞ്ജനാദ്രി, ഋഷഭാദ്രി, നാരായണാദ്രി, വെങ്കടാദ്രി എന്നിവയിൽ വെങ്കടാദ്രി മലയിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഹിരണ്യാക്ഷൻ എന്ന അസുരനിൽ നിന്ന് ഭൂമിദേവിയെ രക്ഷിച്ച ശ്രീ മഹാവിഷ്ണുവിൻ്റെ അവതാരമായ വരാഹസ്വാമിയുടെ പ്രതിഷ്ഠയാണ് ആദ്യം ഇവിടെ ഉണ്ടായിരുന്നത്. അതിനുശേഷം ശ്രീ മഹാവിഷ്ണു ശ്രീനിവാസനായി ഭൂമിയിൽ അവതാരമെടുത്തപ്പോഴാണ് തിരുപ്പതി വെങ്കടേശ്വര ക്ഷേത്രം എന്ന പേരിൽ പ്രസിദ്ധമായത്. ക്ഷേത്രത്തിന് വലതുവശത്തായി പുഷ്കരണി തീർത്ഥവും അതിനടുത്തായി തന്നെ വരാഹസ്വാമി ക്ഷേത്രവും സ്ഥിതി ചെയ്യുന്നു. ആദ്യം വരാഹസ്വാമി ക്ഷേത്രത്തിൽ ദർശനം ചെയ്തതിന് ശേഷം ഭഗവാനെ ദർശിക്കുന്നത് ഉത്തമമായി കണക്കാക്കിപ്പോരുന്നു. രാവിലെ മുതൽ രാത്രി വൈകുന്നതുവരെയും അന്നപ്രസാദം ഉണ്ടായിരിക്കും. വിശ്വപ്രസിദ്ധമായ ഈ ഹൈന്ദവ ക്ഷേത്രത്തിൽ ദിനം പ്രതി 50,000-ഓളം ഭക്തർ ദർശനം നടത്തുന്നതായി കണക്കാക്കുന്നു. വിശേഷ ദിവസങ്ങളിൽ ഇതിൽ വളരെ വർധനയുണ്ടാകാറുണ്ട്. വ്യാഴാഴ്ച ദിവസം ഭഗവാന്റെ തിരുനെറ്റിയിലെ നാമം വളരെ നേർത്തതാവുകയും ഭഗവാൻ പൂർണ്ണമായി കണ്ണുകൾ തുറന്നുള്ള ദർശനം നൽകുകയും ചെയ്യുന്നു. അന്നേ ദിവസങ്ങളിൽ ഭക്തരുടെ തിരക്ക് പൊതുവെ കൂടുതലായി കാണാറുണ്ട്. ഇനി നമ്മളിവിടെ ദർശനം നടത്തുമ്പോൾ നമുക്ക് പാലിക്കപ്പെടേണ്ട നിയമങ്ങൾ, ടിക്കറ്റ് ലഭിക്കുന്ന സ്ഥലങ്ങൾ, മുൻകൂറായിട്ട് ബുക്ക് ചെയ്യേണ്ടത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നോക്കാം. നിയമങ്ങൾ സാഹചര്യങ്ങൾക്കനുസരിച്ചിട്ടും ഭക്തരുടെ സുരക്ഷയ്ക്കനുസരിച്ചിട്ടും മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അത് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. ഇപ്പോൾ പറയുന്ന കാര്യങ്ങൾ അതേപടി എല്ലാ സമയത്തും നിലനിൽക്കുന്നതല്ല. പൊതുവെ നിലവിൽ 3 തരത്തിലാണ് നമുക്കിവിടെ ദർശനം ലഭ്യമാകുന്നത്. ഒന്ന് സാധാരണ ദർശനം അഥവാ സർവ്വദർശനം. അതിനെ നോക്കാം. എപ്പോൾ വേണമെങ്കിലും യാതൊരു ബുക്കിങ്ങും ഇല്ലാതെ വരിയിൽ നിന്ന് ദർശനം ചെയ്യുന്നതാണിത്. അതുകൊണ്ട് തന്നെ തിരക്കനുസരിച്ച് 18 മുതൽ 20 മണിക്കൂറോ അതിൽ കൂടുതലോ വരി നിൽക്കേണ്ടി വരാറുണ്ട്. വരി നിന്ന് ചെക്ക് ചെയ്ത് സ്കാൻ ചെയ്യുന്ന കൗണ്ടറിൽ എത്തിയാൽ ഏകദേശ ദർശനം ലഭിക്കുന്ന സമയവും കമ്പ്യൂട്ടർ പ്രിൻ്റഡ് ടിക്കറ്റ് കോപ്പിയും നമുക്ക് ലഭിക്കും. വളരെ സമയം ക്യൂ വേണ്ടി വരികയാണെങ്കിൽ നമ്മുടെ കമ്പാർട്ട്മെൻറ്റിൽ നിന്നും എക്സിറ്റ് എൻട്രി ചെയ്ത് പുറത്തിറങ്ങാൻ സാധിക്കും. എക്സിറ്റ് എൻട്രി ചെയ്ത് വേണം പുറത്തിറങ്ങാൻ വേണ്ടിയിട്ട്. അതവിടെ കമ്പ്യൂട്ടറിൽ എക്സിറ്റ് അവർ അടിച്ച് നമുക്ക് ടിക്കറ്റ് തിരിച്ചു തരും. അവർ പറയുന്ന സമയത്ത് തിരിച്ച് റീ എൻട്രി ചെയ്താൽ മതിയാകും. ആ സമയത്ത് നമുക്ക് പുറത്തെ ഉപപ്രതിഷ്ഠകൾ കാണാനോ അമ്പലത്തിന് പുറത്ത് സമയം ചെലവഴിക്കാനോ മറ്റുള്ള സ്ഥലങ്ങൾ കാണാനോ എല്ലാം സാധിക്കും. ഇനി ഇതാണ് സാധാരണ ദർശനം. ഇനി സ്പെഷ്യൽ എൻട്രി ദർശനം. 300 രൂപയാണ് ഈ ടിക്കറ്റ് ചാർജ് വരുന്നത്. 3 മാസം മുൻപ് TTD തിരുമല തിരുപ്പതി ദേവസ്ഥാനം എന്ന സൈറ്റിൽ ബുക്ക് ചെയ്താൽ ലഭിക്കുന്ന ഡേറ്റ് ടൈം അനുസരിച്ച് ദർശനം സാധ്യമാണ്. ഇങ്ങനെ വരുമ്പോൾ സാധാരണയായി 3 മണിക്കൂറിൽ ദർശനം കഴിയാറുണ്ട്. തിരക്കേറിയ ദിവസങ്ങളിൽ ഒഴികെ. ചില തിരക്ക് സമയമാണെങ്കിൽ ചിലപ്പോൾ കൂടുതൽ വരാം. ടിക്കറ്റിൽ അടിച്ചു വന്നിട്ടുള്ള ഗേറ്റ് നമ്പറിൽ കറക്റ്റ് ടൈമിൽ എത്തിയാൽ മാത്രം മതി. ഇനി ഈ 300 രൂപയുടെ ടിക്കറ്റ് ഓഫ്ലൈനായി താഴെ തിരുപ്പതി ടൗണിലുള്ള ശ്രീനിവാസം കോംപ്ലക്സിൽ രാവിലെ 9 മണി മുതൽ 5 മണി വരെയും റെയിൽവേ സ്റ്റേഷന് ജസ്റ്റ് ഓപ്പോസിറ്റുള്ള വിഷ്ണുനിവാസം കോംപ്ലക്സിൽ ഈവനിങ്ങിൽ 4 PM ലഭിക്കുന്നതാണ്. പ്രത്യേകം ശ്രദ്ധിക്കണം, ക്യൂ ആയിരിക്കും അവിടെ. നേരത്തെ വരി നിന്നാൽ മാത്രമേ ആദ്യം വരുന്നവർക്ക് ആദ്യം എന്ന നിലവിലാണ് അവിടെ ടിക്കറ്റ് കൊടുക്കുന്നത്. പിറ്റേ ദിവസത്തേക്കായിരിക്കും നമുക്ക് അവിടെ ദർശനത്തിന് ടിക്കറ്റ് ലഭിക്കുന്നത്. ഇനി മൂന്നാമത് നമുക്ക് ദിവ്യദർശൻ കിട്ടുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നടന്ന് കയറുന്നവർക്ക് ഫ്രീ ആയി ദർശനം നടത്താൻ സാധിക്കുന്നതാണിത്. 2 വഴികളായി ആണ് ഇതിനായിട്ട് പൊതുവെ ഇപ്പോൾ ഉള്ളത്. ഒന്ന് അൽപിരിമേട്ട്, 2 ശ്രീവാരിമേട്ട്. ഇനി അൽപിരിമേട്ട് വഴിയാണെങ്കിൽ 9 കിലോമീറ്ററോളം ദൂരമാണുള്ളത്. 3 മണിക്കൂർ മുതൽ 5 മണിക്കൂർ വരെയാണ് ഇതിന് വേണ്ടി വരുന്ന സമയം. ശ്രീവാരിമേട്ട് വഴിയാണെന്ന് പോകണമെന്നുണ്ടെങ്കിൽ 2 കിലോമീറ്റർ ദൂരമാണ് വരുന്നത്. 2 മുതൽ 3 മണിക്കൂറിനുള്ളിൽ
നമുക്ക് പടികൾ കയറി മുകളിലെത്താൻ സാധിക്കും. നടന്ന് കയറാൻ ഉദ്ദേശിക്കുന്നതിൻ്റെ തലേ ദിവസം ഈവനിങ്ങിൽ 4 PM അലിപിരിമേട്ട് എൻട്രൻസിനടുത്തുള്ള ഭൂദേവി കോംപ്ലക്സിൽ ടിക്കറ്റ് നൽകി തുടങ്ങും. തിരക്കുണ്ടാവാറുണ്ട്, അതുകൊണ്ട് തന്നെ കുറച്ച് നേരത്തെ ക്യൂ നിൽക്കുന്നതാണ് നല്ലത്. രാവിലെ 6 മണി മുതൽ നടന്ന് കയറാൻ തുടങ്ങാം. 1500 സ്റ്റെപ്സ് കയറി കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള ടിക്കറ്റ് സ്കാൻ ചെയ്യാനുള്ള ഒരു കൗണ്ടറിലെത്തും. അത് കാണിച്ച് സ്കാൻ ചെയ്യിക്കണം. മറക്കാതെ ഇത് ചെയ്യിക്കേണ്ടതാണ്. മുകളിലെത്തിയാൽ വീണ്ടും തിരിച്ചു വന്ന് സ്കാൻ ചെയ്യേണ്ട അവസ്ഥ വരും. അല്ലെങ്കിൽ നമുക്ക് അനുവദിച്ചിട്ടുള്ള ഗേറ്റ് നമ്പറിൽ ടൈമിൽ റിപ്പോർട്ട് ചെയ്താൽ മാത്രം മതി. എന്നിട്ട് നിയമങ്ങൾ പ്രത്യേകം വീണ്ടും ശ്രദ്ധിക്കാൻ വേണ്ടി പറയുകയാണ്. നിയമങ്ങൾ ഭക്തരുടെ സൗകര്യങ്ങൾക്കും സുരക്ഷയ്ക്കും അനുസരിച്ചിട്ട് മാറ്റം വരുത്താറുണ്ട്. അത് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2024 ദീപാവലിക്ക് വന്നപ്പോൾ മുൻകൂട്ടി ടിക്കറ്റ് എടുക്കുന്ന രീതിയേ ഉണ്ടായിരുന്നില്ല. നേരെ 6 മണി കാലത്ത് 6 മണിയാകുമ്പോൾ ശ്രീവാരിമേട്ട് എൻട്രൻസിൻ്റെ അവിടെ ചെല്ലുന്നു, ക്യൂ നിൽക്കുന്നു. അപ്പോൾ തന്നെ 6 മണിക്ക് ഗേറ്റ് തുറന്നാൽ നേരെ നടന്നു കയറാം. പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മൾ ഏത് ടിക്കറ്റുകൾ എടുക്കുകയാണെന്നുണ്ടെങ്കിലും ഏത് വഴിക്ക് ദർശനം എടുക്കുകയാണെന്നുണ്ടെങ്കിലും ആധാർ നിർബന്ധമായിട്ടും കയ്യിൽ കരുതേണ്ടതാണ്. പിന്നീട് നമുക്കതിന് വേണ്ടിയിട്ട് ഒരു എന്താ പറയുക, പോവാതെ പറ്റാതിരിക്കുക അല്ലെങ്കിൽ ദർശനം ലഭിക്കാതിരിക്കുക, ആ ഒരു അവസ്ഥയിലേക്ക് ആർക്കും വരാതിരിക്കാൻ വേണ്ടിയിട്ട് ആധാർ നിർബന്ധമായിട്ടും നമ്മൾ കയ്യിൽ കരുതുക. പിന്നെ വേറൊരു കാര്യം കൂടി ശ്രദ്ധിക്കുക, പരമാവധി ഡ്രസ് കോഡ് നമ്മളൊന്ന് ട്രഡീഷണൽ ആയിട്ടുള്ളതാണ് കൂടുതൽ അഭികാമ്യം. അതായത് ചുരിദാർ സ്ത്രീകൾക്ക് ധരിക്കാം, വിരോധമില്ല. പക്ഷേ ഷോള് നിർബന്ധമായിട്ടും ഇടാൻ പറയുന്നുണ്ട്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതില്ലാണ്ട് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ചെക്കിങ്ങിൽ അതൊന്നും കുഴപ്പമില്ലാണ്ട് കയറ്റി വിടാറുണ്ട് നല്ല തിരക്ക് വരുമ്പോൾ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് അവിടെ ചെന്നിട്ട് അതിന് വേണ്ടി പിന്നീട് തിരിച്ചു പോകൊണ്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ട് സ്ത്രീകൾ ഷോള് ധരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരു കാരണവശാലും നമുക്ക് ഷോർട്ടായിട്ടുള്ള ഡ്രസ്സുകളോ കാര്യങ്ങളോ അവിടെ അനുവദിക്കാറില്ല. അത് ആണുങ്ങൾക്കായാലും സ്ത്രീകൾക്കായാലും ഒക്കെ അങ്ങനെ തന്നെ. ആണുങ്ങൾക്കാണെന്നുണ്ടെങ്കിൽ മുണ്ടും ഷർട്ടോ അല്ലെങ്കിൽ ഫുൾ പാൻറ്റോ ഷർട്ടോ എല്ലാം ഉപയോഗിച്ച് നമുക്ക് അകത്തേക്ക് കിടക്കാം, ധോത്തിയോ കാര്യങ്ങളൊക്കെ ആയിട്ട്. ഹാഫ് പാൻറ്റുകളോ ഹാഫ് ട്രൗസറുകളോ കാര്യങ്ങളോ ഒന്നും നമുക്ക് അനുവദിക്കില്ല. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളും കൂടി നമ്മളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ദർശനത്തിൻ്റെ സമയത്ത് അത്രയും വഴി നമ്മൾ ക്യൂവിൽ നിന്നതിന് ശേഷം ചെക്ക് പോയിന്റിൽ എത്തുമ്പോൾ അല്ലെങ്കിൽ തിരിച്ചു പോകേണ്ട അവസ്ഥയോ കാര്യങ്ങളോ നേരിടും. അപ്പോൾ അതും കൂടി വളരെയധികം ശ്രദ്ധിക്കാം. പിന്നെ നമുക്കവിടെ കിട്ടാവുന്ന ഏറ്റവും കാണാൻ പറ്റാവുന്ന തിരുമലയിൽ എത്തി നമ്മളവിടെ ദർശനം കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ അതിന് മുമ്പോ സമയത്തിനനുസരിച്ചിട്ട് കാണാൻ പറ്റിയ കുറച്ച് സ്ഥലങ്ങളുണ്ട്. അപ്പോൾ അതിനെ പറ്റിയിട്ട് നമുക്ക് നോക്കാം. ഒന്ന് നമുക്കവിടെ വരുന്നത് ഒരു 6 സ്ഥലങ്ങൾ നമുക്ക് സുഖമായിട്ട് അവിടെ ദർശനം ചെയ്യാൻ പറ്റും. ഒരു 2 മണിക്കൂർ മുതൽ 3 മണിക്കൂറാണ് നമുക്ക് അതിന് വേണ്ടി വരുന്ന സമയം ഉണ്ടാവാറ്. അത് തിരക്കോ കാര്യങ്ങളോ അനുസരിച്ചിട്ടൊക്കെ അങ്ങോട്ടോ ഇങ്ങോട്ടോ ചെറിയ മാറ്റങ്ങൾ വരാം. നമുക്കവിടെ ഷെയർ ടാക്സി, ട്രിപ്പ് ജീപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഒരു 5 ആളോ 10 ആളോ അതിനനുസരിച്ചിട്ട് നമുക്കതിൽ റേറ്റിൽ വ്യത്യാസം വരും. 10 ആൾ പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരു 200 രൂപ അങ്ങനെയൊക്കെയാണ് വരാറ്. 200, 250, 300 അങ്ങനെ ഒരു എമൗണ്ടിൽ നമുക്ക് ഇപ്പോൾ ഈ താഴെ പറയുന്ന സ്ഥലങ്ങൾ, ഒന്ന് ശ്രീവാരിപാദം ഭഗവാന്റെ പാദം പതിഞ്ഞ സ്ഥലം, പിന്നെ 2 ചക്രതീർത്ഥം, പിന്നെ വേണുഗോപാലസ്വാമി ടെമ്പിള്, പിന്നെ പാപവിനാശം, പിന്നെ ആകാശഗംഗാ തീർത്ഥം, പിന്നെ ശിലതോരണം, അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ നമുക്ക് അവിടെ ഒരു ഈ പറഞ്ഞ 2 മണിക്കൂറിനുള്ളിലൊക്കെ കണ്ടുവരാവുന്നത് തൊഴുതു വരാവുന്നതായിട്ടുള്ള സ്ഥലങ്ങളാണ്. അപ്പോൾ അതും നമുക്ക് ഉപയോഗപ്പെടുത്തി നമ്മൾ ഒന്ന് അറേഞ്ച് ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ ഇത്രയും സ്ഥലങ്ങളിലൂടെ നമുക്ക് അവിടെ കാണാൻ പറ്റും. പിന്നെ താഴെ വന്ന് കാണാവുന്ന സ്ഥലങ്ങളെ പറ്റിയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാലും ഒന്നും കൂടി നമുക്കത് പറയാം. ഓക്കെ, ഒന്ന് ഗോവിന്ദരാജ ടെമ്പിൾ. നമ്മളവിടെ റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു വാക്കിംഗ് ഡിസ്റ്റൻസിൽ നമുക്കവിടെ ചെന്ന് ദർശനം നടത്താവുന്ന സ്ഥലമാണ്. ഒരു 6 കിലോമീറ്ററോളം മാറിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് തിരുച്ചെന്നൂർ എന്നാണ് സ്ഥലത്തിൻ്റെ പേര്, വളരെ അടുത്ത് തന്നെ പത്മാവതി അമ്മ ടെമ്പിൾ. ഇഷ്ടംപോലെ ബസ് ഉണ്ട്. അതല്ല നമ്മൾ വണ്ടിയിലാണ് പോകണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും പോവാം. ഇനിയിപ്പോൾ അതുമല്ല ഓട്ടോ അല്ലെങ്കിൽ ടാക്സി എന്ത് വിളിച്ചിട്ടായാലും നമുക്ക് പോകാൻ പറ്റും. അവിടെയും നമുക്ക് പോകാൻ പറ്റും. പിന്നെ വരുന്നത് കപിലതീർത്ഥം. ഒരു 5 കിലോമീറ്റർ ഡിസ്റ്റൻസാണ് നമുക്ക് ആ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വരുന്നത്. അതിനടുത്ത് തന്നെയായിട്ട്, ഏറെക്കുറെ അടുത്ത് തന്നെയായിട്ടാണ് ഇസ്കോൺ ടെമ്പിൾ ഉള്ളത്. ഇത്രയും സംഭവങ്ങൾ നമുക്ക് അവിടെ പെട്ടെന്ന് തന്നെ ദർശനങ്ങളൊക്കെ നടത്താം. ഏകദേശം ഒരു 2 മണിക്കൂർ, മാക്സിമം ഒരു 3 മണിക്കൂർ കൊണ്ടൊക്കെ ഈ പറഞ്ഞ താഴത്തെ സ്ഥലങ്ങളും നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇത്രയും വഴി നമ്മളവിടെ ചെല്ലുമ്പോൾ ഇത്രയും സ്ഥലങ്ങളൊക്കെ കാണാൻ പറ്റുന്നത് നമുക്കൊരു മുതൽക്കൂട്ടാണ് എന്തായാലും. ഇനി
തിരുപ്പതിയിൽ നിന്ന് നമ്മൾ തിരുമലയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ബസ് സർവീസ് ഉണ്ട്. ഈ നേരത്തെ പറഞ്ഞ പോലെ ടാക്സി സർവീസുകളും ഉണ്ട്. അപ്പോൾ ടാക്സി എന്ന് പറയുമ്പോൾ ഒരു 10 ആളുടെ ജീപ്പാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 1400 1500 രൂപയ്ക്ക് അവർ മുകളിലേക്ക് എത്തിച്ച് തരും. അപ്പോൾ അങ്ങനെയാകുമ്പോൾ ഒരാൾക്കൊരു 140 150 രൂപയോളം ചിലവ് വരും. പക്ഷേ ബസ്സിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു 90 രൂപയ്ക്ക് അങ്ങോട്ട് 90 രൂപയ്ക്ക് ഇങ്ങോട്ടും വരാം. അത് അപ്പ് ആൻഡ് ഡൗൺ നമ്മൾ ടിക്കറ്റ് ഒരുമിച്ച് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ 160 രൂപയ്ക്ക് ടിക്കറ്റ് എടുക്കാൻ പറ്റും, അങ്ങോട്ടും ഇങ്ങോട്ടും കൂടിയിട്ടുള്ളത്. അപ്പോൾ 3 ദിവസം വരെ തിരിച്ചിറങ്ങാനുള്ള സമയം ഉണ്ടാവും അതിൽ. അപ്പോൾ നമ്മുടെ സൗകര്യം, നമ്മുടെ യൂസബിൾ ഏതാണോ, നമുക്ക് സ്യൂട്ടബിൾ ഏതാണോ നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് അത് എടുക്കാം, അത് വിരോധമില്ല. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് പെട്ടെന്ന് ഓർമ്മ വന്നിട്ടുള്ള കാര്യങ്ങൾ. പോയപ്പോൾ നമ്മൾ ഫേസ് ചെയ്ത കാര്യങ്ങൾ. നമുക്കൊരാൾക്ക് ചെല്ലുമ്പോൾ, പുതിയതായിട്ട് ചെല്ലുമ്പോഴോ അല്ലെങ്കിൽ ചെന്നിട്ട് തന്നെ പലതും അറിയാത്ത ആൾക്കാർക്കോ ഉപകാരപ്രദമാവും എന്ന് പ്രതീക്ഷിക്കുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ ഇതിൽ പങ്കുവച്ചിട്ടുള്ളത്. ഇനി ഇതിനേക്കാൾ നല്ല കാര്യങ്ങളോ മറ്റോ അറിയുകയാണെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ അടുത്ത യാത്ര ചെയ്യുമ്പോഴോ അടുത്തൊരു വ്ളോഗോ കാര്യങ്ങളായിട്ട് വീണ്ടും വരാം. ഓക്കെ.